ഇനി കംബോഡിയയിലേക്ക്. രാവിലെ തന്നെ കോലാലംപൂർ എയർപോർട്ടിലെത്തി. ചെക്കിനെല്ലാം കഴിഞ്ഞ് ലോഞ്ച് തപ്പിയിറങ്ങി. ഇതൊരു വമ്പൻ എയർപോർട്ടാണ്. ലാസ്റ്റ് ലോഞ്ച് കണ്ടുപിടിച്ചു. ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്തുള്ള ലോഞ്ച് തീരെ ചെറുതാണ്. ഇവരുടെ തന്നെ വേറൊരു ലോഞ്ച് ഈ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അവിടുന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ പ്ലെയിനിലേക്ക്. നീലാകാശവും താഴെ മേഘങ്ങളും. അടിപൊളി വ്യൂ. കംബോഡിയയുടെ അടുത്തപ്പോൾ നീലാകാശമൊക്കെ മാറി താഴെ ചതുപ്പ് നിലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സിയാം റീപ്പ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇവിടെ ഒരാൾക്ക് $30 കൊടുക്കണം വിസയ്ക്ക്. അത് ഓൺ അറൈവലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കംബോഡിയയിലെത്തി. അപ്പോൾ നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക്, ഓൾറെഡി ബുക്ക് ചെയ്ത ഹോട്ടലിൽ നേരത്തെ ഞങ്ങളുടെ അറൈവൽ ടൈം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫ്രീ പിക്കപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളത് നഷ്ടപ്പെടുത്തി. ഇനി ഇവിടെ എയർപോർട്ടിൽ കണ്ട ഒരു ടാക്സി സർവീസ് ഇവിടുന്ന് ഞങ്ങളുടെ ഹോട്ടൽ വില്ലേജിലേക്ക് $35 ആണ് പറഞ്ഞിരിക്കുന്നത്. അതും ഏകദേശം ഗ്രാബ് നോക്കുമ്പോൾ അതിനനുസരിച്ച് സെയിം റേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ആ പുള്ളിയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഒട്ടും തിരക്കില്ലാത്തൊരു എയർപോർട്ട്. ഇതാണ് നമ്മൾ പോകാനുള്ള വണ്ടി. നമ്മുടെ നാട്ടിലെ കർണാടകയിലേക്ക് ഉൾനാടുകളിൽ കൂടെ പോകുന്നൊരു ഫീല്. ഫുള്ള് വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ നമ്മളപ്പം കംബോഡിയയിലെത്തി. ഇതാ ഈ ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോണേ. കയറി നോക്കാം. ഇതേപോലത്തെ റൂമുകളാണ് ഇവിടെ ഉള്ളത്, കോട്ടേജ് പോലെ. നമ്മളിപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഫുള്ള് മുള കൊണ്ടുണ്ടാക്കിയൊരു റൂം, വിശാലമായൊരു ബാത്റൂം, ബാത്തപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു പൂൾ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി നോക്കാം. എങ്ങനെയുണ്ട് റിസോർട്ട്? എങ്ങനെയുണ്ട്? ഇന്ന് വേറെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. റിസോർട്ടിലെ പൂളിലും ഗെയിം സെക്ഷനിലും ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അങ്കൂർ വാട്ടിലോട്ട് പോവാണ്. ഇതായിരുന്നു നമ്മുടെ റിസോർട്ട്. ഈ വാനിലാണ് പോകുന്നത്. ഹായ്. $30 ഒരു ഫുൾ ഡേ അങ്കൂർ വാട്ട് ഏരിയ മൊത്തം വിസിറ്റ് ചെയ്യാൻ ഈ വണ്ടിക്ക് കൊടുത്തത്. അങ്കൂർ വാട്ട് ടെമ്പിളിൻ്റെ എൻട്രി ഫീ ഒരാൾക്ക് $37. ആ ടിക്കറ്റ് വെച്ചിട്ട് അങ്കൂർ വാട്ടിൻ്റെ അടുത്തുള്ള എല്ലായിടത്തും നമുക്ക് അന്ന് പോയി കാണാൻ പറ്റും ഒരു ദിവസം. ദൂരെ 3 ഗോപുരങ്ങൾ കാണാം. അതാണ് മെയിൻ ടെമ്പിളിൻ്റെ ടോപ്പ്. So how many temples are there? And this is just only one temple. And the whole area that has 335 temples. In the country, 6,000. Oh my god. Yeah. And this temple, the biggest temple. Oh. And this temple have 195. വണ്ടി ഇറങ്ങിയപ്പോൾ നമ്മുടെ കൂടെ കൂടിയതാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഫോട്ടോ എടുത്തു കൊടുക്കലാണ് പണി. ബട്ട് പുള്ളിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു ഗൈഡിനെ പോലെ അവിടുത്തെ ഹിസ്റ്ററിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അമ്പലത്തിൻ്റെ എൻട്രൻസിലെത്തുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിക്കണം. എന്നിട്ട് അവർ ഉള്ളിൽ ഇത് 2 സൈഡും കുറച്ചപ്പുറം ഒരു അതെന്താ സംഭവം? അവിടെ വണ്ടി പോകാനുള്ള സെറ്റപ്പ് ഒന്നുമില്ലല്ലോ. ഇവിടെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സിറ്റ് ആവും. ഇതിനു മുമ്പ് ഈ ഒരു സ്ഥലത്ത് കൂടെ ആയിരുന്നില്ല പോയിക്കൊണ്ടിരുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഇതാ കാണുന്ന വഴിയില്ലേ, അതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സംഭവം മൊത്തം ആൾക്കാർ മാൻമെയ്ഡാണ് മൊത്തം. ഈ ഒരു പുഴ പോലത്തെ സംഭവം 7 മീറ്റർ ഡീപ്പും ഉണ്ട് ഇതിന്. വണ്ടി ഇറങ്ങിയിട്ട് ടെമ്പിളിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. അതുവരെ പുള്ളി ഓരോ കഥകൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നോണ്ടിരുന്നു. അങ്കൂർ വാട്ടിനെ 8ാമത്തെ ലോകാത്ഭുതമായിട്ട്
2023 ഡിസംബറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ. ഏകദേശം 500 ഏക്കറിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ ഏരിയ. 12ാം നൂറ്റാണ്ടിൽ വിഷ്ണു ക്ഷേത്രമായിട്ടാണ് അങ്കൂർ വാട്ട് നിർമ്മിച്ചത്. പിന്നീട് അത് ബുദ്ധക്ഷേത്രമായി മാറി. ഏകദേശം 28 വർഷം എടുത്തു ഇത് പൂർത്തിയാക്കാൻ. ഈ ക്ഷേത്രത്തിൻ്റെ ശില്പികൾ പ്രധാനമായും ഇന്ത്യയിൽ നിന്നാണ്. താമരയുടെ മുട്ടിൻ്റെ ആകൃതിയിലുള്ള 5 മെയിൻ ഗോപുരങ്ങളാണ് ഇവിടെയുള്ളത്. ഒരു കോട്ട പോലെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്ത്യനേക്കാളും ഭയങ്കര ദരിദ്രമായിട്ടുള്ള രാജ്യമാണ് ഈ കംബോഡിയ. പക്ഷേ ഈ ഒരു സ്ഥലം, ബാക്കിയുള്ള സ്ഥലം നോക്കണ്ട, ഈ ഒരു സ്ഥലം ഇവർ നല്ല അടിപൊളിയായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എന്താണ് ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നിയത്? വൃത്തി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴേക്കും നല്ല തണുപ്പായി. ഫുള്ള് കല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ. സ്റ്റെപ്പുകളെല്ലാം പോയിട്ട് ഇപ്പോൾ ഇതൊരു പുതിയതായിട്ട് വെച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു ഏരിയ കണ്ടപ്പോൾ അപ്പോകാലിപ്റ്റോ മൂവി ഓർമ്മ വന്നു. ഒരു മായൻ ടച്ചും ഇല്ലേ ഇവിടുത്തെ ബിൽഡിങ്സിന് എന്നും തോന്നി. സഞ്ചാരികൾക്ക് കയറുവാൻ വേണ്ടി പുതുതായി പണിത സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. പഴയ സ്റ്റെപ്പിൽ കൂടെയൊക്കെ കയറുന്നത് ഭയങ്കര പണിയായിരിക്കും. അതിനാണെങ്കിൽ കൈവരിയൊന്നുമില്ല. കഷ്ടപ്പെട്ട് വരിഞ്ഞ് മുകളിൽ കയറി. മുകൾ ഭാഗത്ത് ഇങ്ങനെയാണ്. ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ വന്ന വഴിയൊക്കെ കാണാം. ലോകത്തിലുള്ള മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം കിഴക്കോട്ടാണ്. എന്നാൽ ഈ അങ്കൂർ വാട്ട് പടിഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറേ ഭാഗത്തേക്കാണ്. ഒരു ദിവസം കൊണ്ട് വന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ഇത്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് കുറച്ചൊരു അറിവ് വേണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഗൈഡിനെയൊക്കെ ബുക്ക് ചെയ്ത് ഓരോ സ്ഥലങ്ങളും എന്താണ്, അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഇതെല്ലാം കണ്ട് അറിഞ്ഞു വേണം പോവാൻ. ഉച്ച വരെ നടന്ന് അവിടുന്ന് തിരിച്ചിറങ്ങി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. നമ്മൾ പോയപ്പോൾ ആ വഴിയാണ് പോയെ. നേരെ നെഞ്ച് കഴിക്കാൻ പറ്റും. ഈ വൺ വീഡിയോ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നല്ലതുപോലെ നടന്നതുകൊണ്ട് നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ. ഇവിടെ അത്യാവശ്യം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് നേരെ അങ്കൂർ ടോമിലേക്ക്. ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ്. ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടേക്ക് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് നോക്കി വേണം ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ. ശരിക്കും ഈ അങ്കൂർ വാട്ടിൽ വരുമ്പോൾ ഒരു 10 ദിവസമൊക്കെ വന്ന് നിന്നിട്ട് ഒരു സൈക്കിളൊക്കെ എടുത്ത് ഡെയിലി രാവിലെ ഇറങ്ങണം ഓരോ അമ്പലത്തിലേക്കും. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇങ്ങനെയുള്ള എല്ലാം കണ്ട് മനസ്സിലാക്കി അങ്ങനെ വേണമായിരുന്നു ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഈ ഒരു ടെമ്പിളിൽ എനിക്ക് ഭയങ്കര വ്യത്യസ്തമായി തോന്നിയത് എല്ലാ ഗോപുരങ്ങളുടെ മുകളിലും ഒരു മുഖം കൊത്തി വെച്ചിട്ടുണ്ട്. ടെമ്പിളിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഇതിപ്പോൾ കംബോഡിയയിലുള്ള വേറൊരു ടെമ്പിളാണ്. ടോമിൻ്റെ അടുത്തുള്ള വേറെ ടെമ്പിൾ. ഇതിലേക്ക് പോകുന്ന നല്ലൊരു വഴിയൊക്കെ ഉണ്ട്. അവിടെ ഒരു കുറേ കാണുന്നതാണ് ടെമ്പിൾ. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. ഇതെടുത്തിട്ട് അങ്ങനെ ആ ഏരിയയിലുള്ള മിക്ക ടെമ്പിളുകളും കണ്ട് പരിപ്പിണകി റൂമിലേക്ക്. രാത്രിയായപ്പോൾ ഒരു ടുക്ക് ബുക്ക് ചെയ്ത് സിയാം റീപ്പ് പബ് സ്ട്രീറ്റിലേക്ക്. രാവിലെ കണ്ട സ്ഥലങ്ങളൊക്കെ വെച്ച് ഇവിടുത്തെ പബ് സ്ട്രീറ്റ് വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഇതൊരു 1.5 പബ് സ്ട്രീറ്റായിരുന്നു. സത്യം പറയാലോ, കംബോഡിയയുടെ വേറൊരു മുഖം. രാവിലെ നമ്മൾ ഒരു ടെമ്പിള്, ഒരു വരണ്ട ഏരിയ,
ഒരു പൂവർ ഏരിയ പോലെയാണ് നമ്മൾ കംബോഡിയനെ കണ്ടത്. എന്നാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ശരിക്കും കംബോഡിയ തന്നെ ആണോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അതേപോലെയാണ് ഇവിടെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു ഏരിയയിൽ, അതായത് ഈ പബ് സ്ട്രീറ്റിൻ്റെ ഒരു ഏരിയയിൽ അധികം കംബോഡിയൻ ലോക്കൽ പീപ്പിൾസിനെ നമ്മൾ കണ്ടില്ല. കൂടുതലും ഒരു 95-98% ആൾക്കാരും ഫോറിനേഴ്സായിരുന്നു. പിന്നെ ഇവിടുത്തെ ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണെങ്കിലും എല്ലാം തന്നെ ഫോറിനേഴ്സിനെയാണ് ഇവിടെ കണ്ടത്. അവിടെ നിന്ന് രാത്രി ലഞ്ചൊക്കെ കഴിച്ച് നൈസായിട്ടൊന്ന് ചില്ലൊക്കെ ചെയ്ത് നേരെ റൂമിലേക്ക്.